ലൈഫിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഡേ തുടങ്ങുന്നത്. രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്നിട്ടും ഈ 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി പോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ അല്പം സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ എന്തിനു പോകുന്നു എന്ന് ചോദിച്ചാൽ, അതെ, ഞാനൊരു കാർ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വെൽക്കം ടു മൈ ഫസ്റ്റ് വ്ലോഗ്. ഞാൻ അവിടെ നട്ടുണ്ട്. നമ്മൾ എന്തിനു പോവാന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാളുണ്ട്. ശരത്ത്, നമ്മൾ എന്തിനു പോവാ? എനിക്കറിയൂടാ. ഇല്ല, തൃശ്ശൂര് പോകുന്ന വരുന്നെന്ന് ചോദിച്ച് വരാന്ന് പറഞ്ഞു. അവൻ ലീവ് എടുത്തിട്ടാ വരുന്നത്. എന്തിനാന്ന് അറിയത്തില്ല. അപ്പൊ സർപ്രൈസ് നിനക്കാ. ആ, നമ്മള് പൂരത്തിന് പോവാ. ഇതുവരെ തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുണ്ടോ? എനിക്കറിയാം, മനസ്സിലായി. നമ്മള് പൂരത്തിന് പോവാ. നീ ഇതുവരെ പൂരത്തിന് പോയിട്ടുണ്ടോ? ഉണ്ട്. ശരി, എന്നാ ഫ്രാങ്ക് എനിക്കായിരുന്നു. എനിക്കറിഞ്ഞൂടാ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു, പോകുന്നു. 4 മണിക്ക് വിളിച്ചു, അലാറം അടിച്ചില്ലേ, ഞാൻ ഇറങ്ങാൻ നേരം വിളിക്കണമെന്ന് ഞാൻ വിളിച്ചു. നീ കുളിച്ചോ? ഞാൻ കുളിച്ചു. എനിക്ക് കുളിക്കാൻ പോകാൻ പേടിയില്ല. ശരി, ഇറങ്ങാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾ ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കും. എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാണ്. ധൈര്യം പോടാ, പേടിച്ചു തോന്നി. ഇവിടുന്ന് നാളെ വിളിച്ചോണ്ട് പോവാണ് കുളിക്കാൻ ഇങ്ങോട്ടേക്ക്. ഇവിടെ വന്നല്ല അവിടെ പോയിട്ട് പറ്റിട്ട് പോവാ. സിംബക്കുട്ടി വീഡിയോ ഉണക്കിട്ടായിരുന്നു. അവസാനമായിട്ട് 4 മണിക്ക് എഴുന്നേറ്റ് എന്താ ഇപ്പൊ കൊറേ ദിവസം കൊണ്ടങ്ങ് വെളുപ്പിനെ എഴുന്നേക്ക് പോവാ. 5-4 മണിക്കൊക്കെ എഴുന്നേക്ക് പോവാ. എന്നിട്ട് എടുത്തിട്ട് കിടക്കുക. എന്നിട്ട് ഇവിടെ നേരെ അങ്ങ് പോകും തിരുവനന്തപുരത്ത്. എല്ലാ ദിവസവും 12 മണിക്ക് എഴുന്നേക്കുന്നത്. ഇയാളെ കുളിച്ചായിരുന്നു. 12 മണി 4 മണി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. 12 മണിക്ക് എഴുന്നേക്കുന്നത് ഭയങ്കര പാടാണ്. ഉണക്കം അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു പാടുമില്ല. എന്നിട്ട് പിന്നെ നമുക്ക് ഉറങ്ങാം. 12 മണിക്ക് എഴുന്നേറ്റ് വരാം. നീ വന്ന് വിളിക്കാൻ പറഞ്ഞാൽ നിനക്ക് വിളിക്കാൻ പറ്റും. ഞാൻ 12 മണിക്കാ ഉറങ്ങുന്നത്. 12 മണിക്കാണ് ഞാൻ ഉറങ്ങുന്നത്. നീ ഉച്ച തൊട്ട് 12 മണി വരെ കിടന്ന് ഉറങ്ങുമോ? ആ, എവിടെ? വീട്ടിലല്ലല്ലോ, അവിടെ റിക് സ്റ്റാറാണ്. ഒരാൾക്ക് തുണയായിട്ട് റോക്സ്റ്റാർ അലക്സ്. ഫിൽട്ടർ എൻ്റെ കണ്ണ് മാറണം. അറിയാനായി, ഞാനൊക്കെ സ്വന്തമായിട്ടായി. മുടി വെട്ടണം വന്നിട്ട്. ജനലിൽ കൂടെ കൈയിട്ട് വിടുത്തേണ്ടി വന്നവരുണ്ടല്ലോ. ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ടതെന്ന്. റോഡ് പണിയാണ്. കൈ നോക്കൊണ്ടിരിക്കുന്നത്
എടുക്കുന്ന എടുത്തോടാ ഫോട്ടോ എടുത്തരാം. വീഡിയോ ആ വെള്ളൊക്കെ എനിക്ക് ഫോട്ടോയുടെ ബെൽറ്റിംഗ് അല്ല ഇവിടെ ഫുള്ള് ക്യാമറക്കാരില്ലേ പരമാവധി സീറ്റ് ബെൽറ്റ് വെയർ ചെയ്ത് ഡ്രൈവ് ചെയ്യാം. പിന്നെ ക്യാമറ ഫൈനൽ നോക്കാം. ഓക്കെ വാട്സപ്പ് ചെയ്തോട്ടോ. പേപ്പേഴ്സ് ഒക്കെ എടുത്തില്ലേ? പേപ്പേഴ്സ് അല്ല അതിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കയറ്. ഡ്രൈവ് ചെയ്യില്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന്. എന്താ എന്താ ചെറിയൊരു വ്ളോഗാ, ഫസ്റ്റ് വ്ളോഗാ. അത് ഇതങ്ങ് എടുക്കാൻ വിചാരിച്ചു. പേജ് എൻ്റെ പേജ് തന്നെ. പിന്നെ വേറെ പ്രധാന പേജുണ്ട്. എന്നാണോ എടുക്കുന്നത്? ഇതാണ് ഞാൻ ഡ്രൈവർ പാച്ചു. ഹലോ ഗായ്സ്, ഇതുവരെയുള്ള എല്ലാം ഞാൻ ഡബ് ചെയ്യേണ്ടി വരും. ഇപ്പോഴാണ് നമുക്ക് കാർ കിട്ടിയത്. ഇനി അങ്ങോട്ട് വ്ളോഗിന്റെ ഇനി സീക്രട്ട് ഏജന്റ് ആണല്ലേ കാറിനകത്തിരുന്ന് ഇനി വ്ളോഗ് ജോബ്. എന്നാൽ ഞാനൊന്ന് എഴുന്നേറ്റായിരുന്നു. ഒരു കടക്ക സൗണ്ട് കേട്ടോ. നമ്മള് നീയല്ലോ പറഞ്ഞ എന്റെ കണ്ണു പറഞ്ഞത്. പിന്നെ ഇതെന്തുവാ? ആണോ? അതാണ് നമ്മളെ പുതിയ കാറ്, സ്വന്തം കാറ്. പുതിയ ഡ്രൈവർ അല്ല, ഇത് പഴയ ഡ്രൈവർ. പിന്നെ അത് ലൈലാൻഡ് ഡ്രൈവർ. പിന്നെ ഒരു കാര്യമില്ലാതെ ഒരുത്തനെ കൊണ്ടുവന്നത് എന്തിനാന്ന് അറിയത്തില്ല. കേറി ഇരിക്കുന്നുണ്ട്. ആ ശരത്ത് പൊന്ന കേറി ഇരിക്കുക. നീ ഇഷ്ടമുള്ള വന്നാ മതി അതല്ലയോ? നീ 1000 രൂപ കൊടുക്കുമ്പോ ഞാൻ തന്നെ മുറുക്കാൻ കിടക്കാനുമല്ലോ. വല്ല ബ്രോക്കർ വഴി പറഞ്ഞു ചെറുക്കന്റെ വീട് പറഞ്ഞില്ലേ, ചെറുക്കനെ കുറിച്ച് നല്ലത് പറയുമ്പോ അവർക്കൊരു 1000 രൂപ കൊടുക്കത്തില്ലേ? അതല്ലോ വാങ്ങുന്നു. 25,000 പറയുന്നില്ല. എത്ര തവണ അവരോട് മാറ്റി വെച്ചെന്നറിയാമോ? ഫ്രണ്ട്സ് അല്ലേടാ. നീ തന്നാ മതി. ജാക്കിയുടെ ഇടയിൽ കിടക്കുമായിരിക്കും. ജാക്കി കൊണ്ടോ നോക്കിയോ? അതൊന്നും നോക്കിയില്ല. നമ്മുടെ പയ്യനില്ലേ ഇവിടെ. നീ ഇനി പൈസ വന്നില്ലെങ്കിൽ നീ ഇതും വേണ്ട. എന്റെ പേര് ജാക്കി ചാൻ നന്നല്ലോ. അച്ഛൻ എങ്ങനെ ഉണ്ടോ വണ്ടി ഓടിച്ചിട്ട്? വണ്ടി ആദ്യം എവിടെ നിൽക്കുന്നതെന്ന് ആദ്യം അറിയാം. പെട്രോൾ ഇല്ല. മിന്നെയാണ് ഉണ്ട്. അത് ഉറപ്പായി. AC തണുപ്പുണ്ട്. AC കുഴപ്പമൊന്നുമില്ല. AC ആണ്. അപ്പൊ പാട്ട് നമ്മൾ ഇട്ട് നോക്കുന്നതാണ്. ഇട്ട് നോക്കാം. ചാർജ് ഉള്ളൊരു ഫോണിൽ തരുക. ഇനി വ്ളോഗിന്റെ അയ്യര് കളിയാ. നമ്മള് പുതിയ കാർ എടുത്തു. പുതിയ കാർ മീൻസ് സെക്കൻഡ് ഹാൻഡ് കാറാണ്.
സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ടല്ലേടാ പിന്നെ പുതിയ അതാ ആദ്യമേ നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്തതിന് ശേഷമാണ് പുതിയ കാർ എടുക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ഓടിച്ച് കൈ തെളിക്കാനാണ്. ഞാൻ ഒരു 1.5 വർഷം മുമ്പാണ് ഞാനൊരു ലൈസൻസ് എടുത്തത്. മേക്ക് ഇൻ ഇന്ത്യ. ഇനിയിപ്പോ ഒരു 1.5 വർഷം കഴിയുമ്പോൾ വേറെ കാർ ഇനി ഒരു 1.5 വർഷം കഴിയുമ്പോൾ തന്നെ നമ്മളൊരു മറ്റേ പുള്ളിയുടെ പേര് സെൽട്ടോസ് അല്ലടാ, 60 ലക്ഷത്തിന്റെ ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അതിന് മുമ്പ് എത്തി കഴിഞ്ഞാൽ അതിന്റെ വിധിയാണെന്ന് പറഞ്ഞാൽ സമാധാനിക്കും. പമ്പ് നോക്കണേ, റൈറ്റ് സൈഡിൽ എവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒന്നും മേടിക്കൊണ്ടെന്ന് പറഞ്ഞത്. മിക്കവാറും ഫസ്റ്റ് വ്ളോഗിൽ തന്നെ നമ്മൾ തള്ളുന്നൊരു കാഴ്ച കാണാം. വണ്ടി തള്ളണം ആദ്യം തന്നെ. നാളെ തൊട്ട് ഇതിനെ ഓടിച്ചു പഠിക്കണം. ഇതിന്റെ ക്ലച്ച് ആണത്, ഇതിന്റെ പോൾ മാറുന്നത്. ഇതിന്റെ ക്ലച്ചിന് എന്തെങ്കിലും ഇതുണ്ടോടാ? എന്താ ക്ലച്ച് കൊറേ ഇങ്ങനെ വിടണമല്ലോ, അങ്ങനാണോ? ക്ലച്ച് കൊറേ ക്ലച്ച് ഉണ്ടായോണ്ട ആണോ? സാധാരണ ക്ലച്ച് ഇല്ലാത്തപ്പോഴാണോ അങ്ങനെ വിടുമ്പോഴേ തെറിച്ചു പോന്നെ? ഞാൻ വെച്ചാൽ നീ അവിടെ മിഥുന്റെ കാർ ഇടിച്ച് പൊളിച്ച് ഉറപ്പായിട്ടും ചെയ്തേനെ. ഞാൻ ബ്രേക്ക് ചവിട്ടാൻ പോയിട്ട് ആക്സിലേറ്ററിനകത്തോട്ടാ കാല് പോയത്. ബ്രേക്കിനകത്ത് അമർത്തി ചവിട്ടാൻ വേണ്ടിട്ട് ആക്സിലേറ്ററിലോട്ടാ ആദ്യം കാല് പോയത്. അപ്പൊ അത് എന്തായാലും ഞാൻ ക്ലച്ചൊക്കെ ചവിട്ടി പിടിച്ച്. ഓടി പോകുന്ന പെട്രോൾ പമ്പ് നോക്കണടാ. നീ പയ്യെ പോയാ മതി. നമ്മളെ പെട്രോൾ പമ്പിൽ പോയിട്ട് താണ്ടറാ. ഓ ആദ്യമായിട്ട് നമ്മുടെ കാറിനകത്ത് പെട്രോൾ അടിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ തുറക്കുമ്പോ അങ്ങനെ സാധനം ടാങ്കിൽ. അയ്യോ അപ്പൊ അവൻ വിളിക്കുന്നത് ബ്രോ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇതിനകത്ത് ടാങ്കിൽ നിങ്ങൾ പുറകെ ഒരു കന്നാസിരിപ്പുണ്ട്, അതിനകത്ത് വാങ്ങിച്ച പെട്രോളാ. ഇത് പിന്നെ ഡീസൽ വണ്ടി വരും. ഇത് അവനെ കൊണ്ട് തന്നെ ഇടയ്ക്ക് വയ്ക്കാം. തുറന്നാടോ? അതെനിക്ക് കാണാൻ വയ്യ. ആ ഒരു സാധനം തുറന്നിരിപ്പുണ്ട്. എടാ ആ തുറന്നിരിക്കുന്നത് ഇതാടാ, ഇതാ നമ്മുടെ ഈ ഇതില്ലേ, ഈ ഹാൻഡിൽ തുറക്കുന്ന സാധനം. പുറകിലത്തെ ഹാൻഡിൽ തുറക്കുന്നില്ലടാ. ഇതല്ലടാ മോനെ, നീ ഇങ്ങോട്ട് നടന്നു വന്ന വഴിക്ക് ദൂണ്ട് നമ്മുടെ മൊബൈൽ ഔട്ട്ഫിറ്റേഴ്സ്. അവിടെ വലിയ ഐഫോൺ കിട്ടാതെ നമ്മൾ മടങ്ങുക. iPhone 17 വേണ്ടിയുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. അത് കിട്ടിയില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അതോ ആ മൊബൈൽ ഔട്ട്ഫിറ്റ് തുറന്ന കടയുണ്ടോ? അവിടെ കവറുണ്ട്, കവറാണ് മൊത്തം. അവിടെ ആകുമ്പോൾ വില കുറച്ച് കിട്ടുന്നത്. ചോദിച്ചു നോക്കിട്ട് വരാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലുലുവിലാണ്. കാറ് ഐശ്വര്യമായിട്ട് നേരെ കൊണ്ട് കയറ്റിയത് ലുലുവിലോട്ടായിരുന്നു. ഇവിടെ ഒരു വിഷയമില്ല, കൊച്ചിയിൽ നമ്മളിങ്ങനെ നിൽക്കുന്നതൊന്നും ആരും നോക്കത്തൊന്നുമില്ല. ഇപ്പം മഹാരാഷ്ട്രയാണ് അലിഞ്ചോസ് പെരേര. ഡെയിലി വ്ളോഗേഴ്സ് ഉണ്ടാകുന്ന ഏരിയ ഇത്. സച്ചിൻ്റെ വൈഫിനൊരു ഐഫോൺ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ലുലുവിൽ കയറി. നമ്മുടെ സാധനം അടിപൊളി. അതിൻ്റെ പ്രോസസ്സിങ് നടക്കുകയാണ്. ഞാനും എൻ്റെ ബോയ്സ് ഡബിൾ സ്ട്രോങ് ആണ്. ഞാനും എൻ്റെ ബോയ്സ്. വൈഫിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അഖിൽഷോറാണ് ഇത് വാങ്ങിച്ചു തന്നത്. അവൻ്റെയാണ് പൈസ. ഇവനാ ഇത് വാങ്ങിയത്. ഇവനാ ഇത് വാങ്ങിയത്. ഇതിനുള്ള കഴിവായിട്ടാണ് കാറെടുത്ത് ഉണ്ടായിരുന്നുണ്ട്. എൻ്റെ ബാക്കിൽ ഗ്ലാസ്സാണ്. ഏകദേശം വേറെ ഒന്നിനൊരു പ്രോബ്ലം ഇല്ല. ബാക്ക് സൈഡ് പഴയ നോക്കിയുടെ ഫോണാണെന്നെങ്കിൽ അടപ്പ് മാറിയിട്ട് വേറെ അടപ്പിട്ട് ഇത് ഞാൻ എടുക്കാൻ മാറ്റാൻ എടുക്കുന്നു. വീട്ടിൽ നിന്ന് അടിയ രാത്രി ഇന്ന് രാത്രി തീരുമാനമാവും ഈ ഫോണിൽ. അയനക്കുള്ള ക്രിസ്മസ് സമ്മാനമാണോ? നീ ക്രിസ്മസ് പപ്പയുടെ വേഷം ഇട്ടുണ്ടൊരു ഈ പെട്ടിയായിട്ട്.
ആൻഡ്രൂസ് ആൻഡ്രൂസ്. ചെല്ലുന്നു. അമ്മച്ചി അവിടെ കാത്തിരിക്കുക. അവളവിടെ കാത്തിരിക്കുക. അഡാപ്റ്റർ ബില്ല് എല്ലാം പറഞ്ഞിട്ടാവും വന്നത്. രണ്ട് കാര്യമാണ് അതിന്റെ മുകളിൽ നിന്ന് മുഖത്ത് നിലയിൽ നിന്ന് കരഞ്ഞോ സിബിയിൽ നിന്ന് താഴെ അങ്ങോട്ടാ പൊട്ടിയത്. 5-6 സ്റ്റെപ്പ് മേളിൽ നിന്ന് താഴെ എടുത്തിട്ട് ഫോട്ടോ എടുക്കണം. ഇതിപ്പോ ആവശ്യം ഉണ്ടായിട്ടല്ല, വാശിയായിരുന്നു. മേളിൽ നിന്ന് സിവിൽ സ്കോർ ഇല്ലെന്ന് പറഞ്ഞപ്പോ കരഞ്ഞോണ്ട് ഇറങ്ങിയവനാ. എന്റെ സിവിൽ സ്കോർ എന്താന്ന് ഇനി കണ്ടോളെ. കമ്പനി കാണാൻ പോണേ അങ്ങോട്ടേക്ക് കീറിയാൽ മതി. എന്റെ ചെവിട്ടി താഴെ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് കാണാം, ഏതെങ്കിലും ഉണരുന്നു. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് ആപ്പിളിന് കാണിക്കും. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ സ്ക്രീൻ കാർഡാണോ? ഓപ്പൺ ചെയ്ത് ഇനി നമ്മൾ വീട്ടിലെല്ലാം പൊന്ന എന്താ പറയുന്നത്? ചെറിയൊരു ഫോൺ വെച്ചില്ല. ഇല്ല ഈ ശല്യമൊന്നുമില്ല. എവിടെയെങ്കിലും പോകാട്ടില്ലാണ്. പിന്നെ എന്തിനാണ് കൊണ്ടുവന്നത്? ചെറിയൊരു അബദ്ധം പറ്റി. ഇതാണ് ഫോണ്. സ്ക്രീൻ കാർഡ് ഒട്ടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് 2 ബബിള് വീണ്. അതുകൊണ്ട് ഇനി വേറെ കാർഡ് എടുക്കാനായിട്ട് എന്ത് പറ്റി? കാല് പെരുത്ത്. നിനക്ക് അവിടെ വരുത്തേ? എനിക്കെങ്ങും പെഴുത്തില്ല. പെഴുത്തില്ല. ഇത് പാട്ട് ഉറക്കം വന്നിട്ടേ കണ്ണ് ഭയങ്കരമായിട്ട് 4 മണിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കുറെ നാളാണ് ശേഷം 4 മണിക്ക് എഴുന്നേക്കുന്നത്. നശയ്ക്ക് വിട് സുഖമാണ്. ശിവകാമി എന്ന് പറഞ്ഞ ശിവമാമി. അയ്യോ, അത് പറഞ്ഞപ്പോഴേ എൻ്റെ ഒരു ബാലരമേ ഞാൻ വാങ്ങിച്ചത് ഇതുവരെ ഞാൻ വായിച്ചില്ല. ഇന്ന് നമ്മുടെ കാറിലോട്ട് നമ്മുടെ കാറിലോട്ട് ലെഫ്റ്റോട്ട് പോയി. നീ പുറത്തേക്ക് പോടാ. ഇല്ലുണ്ടോ? അതിനകത്തുണ്ടോ? അഡ്വാൻസ് അല്ലേ നിനക്ക് നാണല്ലോ നിന്നോട് ചോദിച്ചു. രസീത് എഴുതി വാങ്ങിക്കുന്നത് നീ എന്ത് തൊട്ടേടാ? എന്താ ഇത് കരിക്കുന്നല്ലോ. ഇതൊക്കെ പേടിയാണ്. അയൺമാനാണോ? അയൺമാനാണോ അത്? അതെന്താ എത്തടിക്കുന്നത്? ഞാൻ കൈ തൊട്ടപ്പോൾ എനിക്ക് അടിച്ചതാ. എന്നാലും അവനെന്താ അടിക്കാത്തത്? ചിലപ്പോ 2 കൈ കാറ് വിറ്റ് ഞങ്ങൾ ഫോണെടുത്ത് കാർ എടുത്തോണ്ട് വരുന്നവർക്ക് ഞങ്ങൾ ഇവിടെ ഒരു ഇതം കൊടുത്തത്. ഒരു ടെക്നിക്കല്ലേ അത്. നമ്മൾ കൊച്ചി ആയതുകൊണ്ടാണോ നമ്മളിങ്ങനെ പോകുമ്പോൾ ആരും അങ്ങനെ നോക്ക്. കരുനാപ്പിള്ളാണെങ്കിൽ എല്ലാം ഇവനെന്ത് കാണിക്കുന്നതായിരിക്കും. കരുനാപ്പിള്ള അധികം വ്ളോഗേഴ്സ് ഇല്ല. ഉണ്ടായിരിക്കും ഇല്ലേ? ഇല്ലെന്നൊക്കെ തറച്ച് പറയണ്ട കാര്യമില്ല. കാണുമായിരിക്കും. ഇപ്പം ഇതിനകത്ത് തന്നെ എങ്ങനെയാണ് ക്യാമറ ടെസ്റ്റ് ചെയ്യുന്നത്? മറി പിടിച്ച് അങ്ങനെ ടെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ക്യാമറ ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ നീ എന്ത് പറഞ്ഞു ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്? നീ മറ്റേനകത്ത് അത് കാണിച്ചില്ലേ? ഇതിനകത്ത് പറ്റും, പക്ഷേ എടുത്തോണ്ടിരിക്കും പറ്റത്തില്ലടാ. അതെനിക്കൊന്ന് പ്രൊമാക്സിലാണ് എടുത്തോളം തോന്നുന്നു. 3 പേര് ഗുണപര്യാത്ത സുഹൃത്തുക്കളാണ്. ആരാ? ബാലനും കണ്ടാലും തിലകുന്നത്. അത് ലുലുമാളിന്റെ ആടാ. ഇപ്പൊ ട്രിപ്പ് പോകുന്ന സമയത്താടാ. ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാരും നിയമം അനുസരിക്കുന്നവർ ഇങ്ങനെ, നിയമം പാലിക്കുന്നവർ ഇങ്ങനെ വേലി ഇടാൻ പോത്തില്ല. ഇടാ അച്ഛനെ ഇതിനെ വേണം.
സീബ്ര ക്രോസിങ് എവിടെ? സീബ്ര അത് സീബ്ര അല്ലല്ലോ, അത് യെല്ലോ ബ്ലാക്ക് അല്ലേ? വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. ചില്ലറുണ്ടോ കൊടുക്കണം? അവിടെ ഗൂഗിൾ പേ ഇല്ലേ? ത്രീയില് ഇത് കിച്ചി. വിശന്നിട്ടുണ്ടല്ലോ. ഈ സമയത്ത് എന്ത് കിട്ടും അതിന്? 4ാം നിലയില് കുത്തണം. അമാരെ വീഡിയോ കോൾ ഓ മൈ ഗാഡ്. ഒരിക്കല്ലോ പോകാൻ പറ്റുന്നു. കാറ് വാങ്ങിക്കാൻ വരിക എന്നുള്ള പ്ലാൻ അങ്ങനെ മൊബൈൽ വാങ്ങിക്കാനുള്ള പ്ലാനായി മാറി. എല്ലാം വാങ്ങിച്ചു, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടന്നു. അതാ ഇനി അവന്റെ ഇനി അത് വേറെ ശരത്തിന്റെ ആഗ്രഹത്തിനാണ് നമ്മൾ പോകുന്നത്. അതിന് വിശക്കുന്നു, നമുക്കും വിശക്കുന്നു. ഫുഡ് വേണോ അതോ ഇവര് അര വേണോ? രണ്ടും വേണോ? ഫുഡ് അരയും വേണോ? കുപ്പി വേണോ അതോ ഫുഡ് വേണോ? രണ്ടിലെന്ത് തൊടി? രണ്ടിലും തൊടി. ഇത് ഇതിനോട് തൊട്ടാ രണ്ടും വേണോ? വേണ്ട. ക്ഷീണാണെങ്കിൽ ഉറങ്ങിക്കണം. നമ്മള് ചെല്ലുമ്പോ 10-12 ആവും. മോഹൻലാലിന്റെ വളർച്ചയ്ക്ക് ഒരു വലിയ പങ്കുണ്ടോ ഇയാൾക്ക്? ഇയാൾ എഴുതിയ നല്ല നല്ല കഥകള്. മോഹൻലാലിന് ഈ അടുത്ത വീട്ടിലെ പയ്യൻ എന്ന് പറഞ്ഞ ടാഗ് ആക്കിയത്, അടുത്ത വീട്ടിലെ പയ്യൻ എന്ന് പറഞ്ഞ ടാഗില്ല, അതിനല്ലേ ഞാൻ പറഞ്ഞു അടുത്ത വീട്ടിലെ പയ്യൻ. അതാ ഈ ശ്രീനിവാസന് നല്ല പങ്കുണ്ട്. എഴുതിയ നല്ല നല്ല കഥകള്. ഇനി വാരിയല് വന്ന് കഴിച്ചിട്ടാവാം ബാക്കി. എന്താ പറയണമെന്ന് അറിയത്തില്ല. ജ്യൂസിന്ന് പറഞ്ഞ് മനുഷ്യൻ ഫസ്റ്റ് ടൈം അല്ലേ മന്തി അടിക്കുന്നത്? നീയല്ലേ പറഞ്ഞത് ഇത് ഫസ്റ്റ് കഴിക്കും. അതാ ചോദിച്ചാ റിബ് വാരിയിൽ മന്തി അടിക്കുന്നത് ഫസ്റ്റ് ടൈമില്ല. എങ്ങനെ ഉണ്ട്? അത് പറഞ്ഞാൽ ചീറ്റിപ്പോയത്. ഏത് പറഞ്ഞിരുന്നെങ്കിൽ ചിക്കൻ മന്തി ഏതായാലും ബീഫ് കഴിയത്തില്ലെന്ന് പറഞ്ഞു. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. ഓക്കെ കച്ചി വിളിച്ചിട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. അത് പറഞ്ഞു എടുക്കാൻ പോയി. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കൂടാ. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ ജന്മസ്ഥലമായ കരുനാഗപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി അവസാനം കരുനാഗപ്പള്ളി കണ്ടു. ഞങ്ങളുടെ നാട്ടിൽ എത്തിയിരിക്കുകയാണ്. കൊട്ടാരക്കരക്കാര നീ കല്ലടക്കാരല്ലേടാ? ഞാന് കരുനാഗപ്പള്ളിക്കാരന്. നമ്മൾ നേരെ പോകുന്നത് അയനക്ക് സച്ചിന്റെ വൈഫിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ്. പല്ലും എന്തായി തീരുന്നു പറഞ്ഞ ഫോണല്ല എടുത്തത്, അതുകൊണ്ട് അത് എന്തായി തീരുന്നുള്ളൊരു സർപ്രൈസിലൂടെ നമുക്കിനി കാണാം. സഞ്ചാരത്തിന്റെ അടുത്ത എപ്പിസോഡ് സച്ചിന്റെ ഭാര്യയ്ക്കുള്ള ഐഫോൺ സർപ്രൈസ് ആണ്. പറഞ്ഞു വിട്ട ഐഫോൺ അല്ല കിട്ടിയത്, കളറ് മാറിപ്പോയി. അതുകൊണ്ട് അവൾ എങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് എന്തി ഒരുത്തൻ കണ്ടറിയാം. അപ്പൊ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. പെട്ടെന്നായിരിക്കും വ്ലോഗുകൾ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വ്ലോഗുമായി കാണുന്നവരേക്കും വണക്കം. അപ്പം എന്തിടാ ഐഫോൺ എടുത്തടാ. കഷ്ടപ്പെട്ട് ഞങ്ങൾ വാങ്ങിച്ച ഐഫോൺ കൊടുക്കുന്ന സീൻ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവര് അച്ഛനും അമ്മയും കിടന്നു. അപ്പൊ പിന്നെ നമ്മളത് വേറെ സ്വകാര്യ നിമിഷങ്ങളായി അങ്ങോട്ട്, അതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല.
എങ്ങനെയാണുള്ളത് അവളുടെ. അത് നീ ചെറിയൊരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരണേ. നിന്റെ ഫോണിനകത്ത് വീഡിയോ എടുക്കാം, എന്നിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. സർപ്രൈസ് ആവുന്നത്. സർപ്രൈസ് ഒന്നും ഇല്ല, ഇത് ഞാൻ നേരത്തെ കണക്കൂട്ടി വന്ന് അതാണ് പറയും. എന്നാ ശരിയളിയാ, നാളെ കാണാം. ഇത് പടക്കുന്നേ. എന്റെ ഡ്രൈവറും എന്റെ സന്തോഷ സഹചാരിയും പിന്നെ എല്ലാത്തിനും കൂടെ എന്റെ സന്തോഷ സഹചാരി, എല്ലാത്തിനും കൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അവനെ നമ്മള് വീട്ടിലിറക്കിയിരിക്കുകയാണ്. ഇനിയാണ് നാളെ കാണാം. ഇനിയാണ് ലൈലാൻഡ് ലോറി ഓടിക്കുന്ന ആളെ കാണാം. ലോറി ഓടിക്കുന്ന നീ പോയിക്കോണം, മുടിയൊക്കെ തടവി ഒറ്റ വണ്ടി ഇനി വീരരാഘവന്റെ ഒരു അത് മറ്റേ അവരിടുന്നയാളാ, കഴുകി കഴിയുമ്പോ ഇടുന്നതാ. മണ്ണാവാരിക്കും ഇടുന്നയാടാ മയില്, അവനെടുത്തോണ്ട് തുടങ്ങി. ഇനി വീരരാഘവനാ. പിറ തീ പിടിക്കും, വെടി വെടിക്കും, ഒരുത്തൽ വന്നാൽ ഉടൻ അടുങ്കും. ഇഷ്ടന്റെ ഒരു എന്തൊക്കെ സാധനം ഞാൻ നോക്കട്ടത്. ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ CBA. ഒന്ന് കണ്ടതും തുടക്കം കാണിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ പോവാല്ലേ? അർജുനരി വില്ല ആണോ? അർജുനരി വില്ല ഇടാം. കോപ്പിറൈറ്റ് കാരണം ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നു. ഇനി കുറച്ചുകൂടെ ഉണ്ട് വീഡിയോ, അത് ഇപ്പൊ വരാം. വ്ലോഗ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എടുത്ത് കഴിഞ്ഞ് അമ്മ കണ്ണൊക്കെ വിളിഞ്ഞിരിക്കുന്നത്. ചാച്ചയെല്ലാം നാടകത്തിനകത്ത് സ്ഥിരം കർഷകന്റെ വേഷം. ഇഞ്ചൊക്കെ അങ്ങ് വിരിച്ച് നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. വണ്ടി വീട്ടുകാരെയൊക്കെ കാണിച്ച് നമ്മളിനി വണ്ടി തളയ്ക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളവിടെ തളയ്ക്കാൻ നമുക്ക് വഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലിടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇടാൻ പോകുന്നത് വേറൊരു സ്ഥലത്താണ്. അപ്പം ഇത് രാത്രിയിൽ ഇത്ര എടുക്കാൻ പറ്റത്തുള്ളൂ. നാളെ രാവിലെ ബാക്കി എടുക്കുക. ഇടാൻ പോകുന്ന ആളെ പരിചയപ്പെടുത്തി നമുക്ക് വ്ളോഗ് പിന്നെയും നാളെ വൈൻഡപ്പ് ചെയ്യാം. ഇടാൻ പോകുന്ന ആള് സ്പെഷ്യലാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ പകുതി ഓണർ. ഞാൻ, പകുതി ഓണർ അദ്ദേഹം. എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം. ബൈ പറ. നമ്മുടെ വണ്ടിയുടെ അടുത്ത ഓണർ വരികയാണ്. അത് അറിയാൻ ലൈറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാനുണ്ടോ? അതൊന്നും വേണ്ടേ? വേറെ ആരും ഇല്ല. വണ്ടി ഓണാക്കിയിട്ടേക്കുന്നേ ഉള്ളു. ഇതിനകത്തോട്ട് വീട്ടിലോട്ട് കയറാൻ ആദ്യം ഓട്ടോറിക്ഷ ഇറക്ക്. കാറിന്റെ എപ്പിസോഡ് രണ്ടാമത്തെ ദിവസമാണിത്. അല്ല, ഫസ്റ്റ് എപ്പിസോഡിന്റെ രണ്ടാമത്തെ ദിവസം ഇത്. ഞാൻ പറഞ്ഞിരുന്നു കാറിന് ഞാൻ മാത്രമല്ല ഓണർ, ഇതിന് ഒരു പാർഷ്യൽ ഓണറുണ്ട്. ഇതാണ് ഓണർ, എൻ്റെ ഓണർ, പാർട്ട്ണർ ഓണർ കം ഫ്രണ്ട് കം ലവർ കം വുഡ് ബി കം എല്ലാമാണ്. കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും എടുത്ത കാറാണിത്. ഞങ്ങളുടെ കല്യാണമാണ് ഫെബ്രുവരി. അപ്പം അതിൻ്റെ വ്ളോഗ് കുറേ വരുന്നുണ്ട്. എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ആകെ 3 വ്യൂസൊക്കെ കാണത്തുള്ളൂ. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിലൊക്കെ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാറ്. ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം എടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് കാറ്. അത് ഓടിച്ച് കൈകളിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാറിൻ്റെ വിശേഷം. കാറിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി കണ്ടിന്യൂസ് വ്ളോഗുമായി വരാൻ സാധിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ജഗദീശ്വരൻ, ഞാൻ ദാസേട്ടനൊക്കെ അങ്ങനെ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കണമെന്നുള്ള പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. വ്ളോഗ് എടുക്കാൻ അറിയത്തുമില്ലായിരുന്നു. പക്ഷേ ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ വ്ളോഗ് എടുക്കണമല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെതായ ഒരു ഇത്. അപ്പം എല്ലാം നന്നായിട്ട് നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. ജഗദീശനോടും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
ഇത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുമോ, എഡിറ്റ് ഞാൻ ഇടുവോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇല്ല, മടിക്ക് മറ്റൊരു പേരുണ്ടെങ്കിൽ അത് എന്റെ പേരാ. ആ, അപ്പൊ നോക്കാം. അപ്പൊ ഓക്കെ, വി ആർ വൈൻഡപ്പിംഗ്. ടാറ്റാ, ബൈ ബൈ, സീ യു.